ഡിവിസിബിലിറ്റി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 265 ഡിവൈഡഡ് ബൈ 5. 2-ൽ 5 ഇല്ല, 26-ൽ 5 ടൈംസ് 5 5s are 25. 6 minus 5 is 1. 2 minus 2 is 0. ഈ 5 താഴേക്ക് വരുന്നു. 15-ൽ 5 3 ടൈംസ് 3 5s are 15. 5 minus 5 is 0. 1 minus 1 is 0. നമുക്ക് റിമൈൻഡർ 0 കിട്ടി. 265 is divisible by 5 എന്ന് പറയാം നമുക്ക്. 319 divided by 5. 3-ൽ 5 ഇല്ല, 31-ൽ 5 6 ടൈംസ് 6 5s are 30. 1 minus 0 is 1. 3 minus 3 is 0. 9 താഴോട്ട് വരുന്നു. 19-ൽ 5 3 ടൈംസ് 3 5s are 15. 9 minus 5 is 4. 1 minus 1 is 0. ഇപ്പം നമുക്കൊരു റിമൈൻഡർ കിട്ടിയിട്ടുണ്ട് അല്ലേ. 319 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാം. കാരണം എന്താ, ഒരു റിമൈൻഡർ ഉണ്ട് അല്ലേ. ഒരു നമ്പർ മറ്റൊരു നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഡിവിസിബിൾ ആണെന്ന് പറയാം. റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ അല്ല എന്നും പറയാം കേട്ടോ. ഇവിടെ നമുക്ക് 265 ഈസ് ഡിവിസിബിൾ ബൈ 5. 319 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ് ഡിവിസിബിലിറ്റി എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 5 ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഇത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വേറെ കാൽക്കുലേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ ഡിവിസിബിൾ ബൈ 5 ആണോ അല്ലയോ എന്ന് പറയുന്ന ഒരു ട്രിക്കാണ് ഈ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 125 ഇതിൻ്റെ ലാസ്റ്റിൽ ഡിജിറ്റ് നോക്കാം. ലാസ്റ്റിലെ ഡിജിറ്റ് 5 0 ആണെങ്കിൽ നമുക്ക് ഡിവിസിബിൾ ബൈ 5 ആണെന്ന് പറയാം. അതല്ലാതെ വേറെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ഡിവിസിബിൾ ബൈ 5 അല്ല കേട്ടോ. അടുത്തൊരു നമ്പർ എഴുതാം. 6490. നോക്കൂ, ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്, ഡിവിസിബിൾ ബൈ 5 ആണ്. ഇനി അടുത്തത് 3014. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 4 ആണ്. 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ മാത്രമാണ് ഡിവിസിബിൾ ബൈ 5 ആകുന്നത്. ഇത് ഡിവിസിബിൾ ബൈ 5 അല്ല കേട്ടോ. 78,345. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 5 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 5 ആണ്. 40,392. ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 2 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 5 അല്ല. 8030. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 5 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാതെ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് വൺസിൻ്റെ പ്ലേസിൽ 0 ആണോ 5 ആണോ എന്ന് നോക്കാം. ആണെങ്കിൽ അത് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ അത് ഡിവിസിബിൾ അല്ല. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ കൂട്ടുകാരെ, 2-ൻ്റെയും 3-യുടെയും 4-ൻ്റെയും ഡിവിസിബിലിറ്റി റൂൾസ് ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. ഇതിന് ശേഷമുള്ള വീഡിയോസൊക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക്